പ്രേമേ, അടുത്തിടെ കേട്ട ഒരു വിശ്വസിക്കാൻ പ്രയാസമുള്ളൊരു വാർത്തയാണ്. അതായത് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വധിക്കാനായി ഒരു പ്ലാൻ അമേരിക്കയിലെ ഒരു ഉയർന്ന സൈനികൻ ചെയ്യാൻ പ്ലാൻ ചെയ്തിരുന്നു. എന്നാൽ ആ ഉയർന്ന സൈനികൻ്റെ പദ്ധതിക്ക് തടയിട്ടുകൊണ്ട് നമ്മുടെ വിദേശകാര്യ വകുപ്പ് അദ്ദേഹത്തിനെ വധിച്ചു എന്ന്. ഞാനിത് എങ്ങും തൊടാതെ പറയുന്നില്ല. അത് സംഭവം മറ്റൊന്നുമല്ല. അദ്ദേഹം അമേരിക്കയിലെ മുതിർന്ന സൈനികനാണ്. ബംഗ്ലാദേശിൽ ആണ് ഒരു ഹോട്ടൽ മുറിയിലാണ് അദ്ദേഹം വധിക്കപ്പെട്ട നിലയിൽ കണ്ടത്. അത് നമ്മുടെ അജിത് ഡോവലും കൂട്ടരുമാണ് ഈ രഹസ്യ അന്വേഷണത്തിലൂടെ അറിഞ്ഞതെന്ന്. അതായത് മോദി ഇവിടെ ഇല്ലായിരുന്നു, ചൈനയിൽ അദ്ദേഹം ഒരു മറ്റു രാജ്യങ്ങളിലേക്ക് കൂടെ ഒരു സന്ദർശനത്തിന് പോയിരിക്കുന്ന അവസരത്തിലാണ്. അപ്പോൾ ഇങ്ങനൊരു വമ്പൻ കഥ പ്രചരിക്കുന്നതിൻ്റെ വലിയ ഇത് എന്താണ്? ഇത് യുക്തിക്ക് നിരക്കുന്ന ഒരു സംഭവമാണ്. അല്ല, ഈ വമ്പൻ കഥ നരേന്ദ്രമോദിയെ പോലെ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി, അതിലുപരി BJPയുടെ ഇന്നത്തെ ഏറ്റവും സമുന്നതനായ നേതാവ്, അദ്ദേഹത്തിനെ വധിക്കാനായിട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭരണത്തെ അട്ടിമറിക്കാനായിട്ട് ഒരു വിദേശ ഏജൻറ്റ് ബംഗ്ലാദേശിൽ ധാക്കയിൽ വന്ന് ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നു. അയാൾ ദുരൂഹമായി കൊല്ലപ്പെടുന്നു. അല്ലെങ്കിൽ അമേരിക്കൻ സൈനികൻ അയാൾ ദുരൂഹമായി കൊല്ലപ്പെടുന്നു, അല്ലെങ്കിൽ അയാൾ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. ഈ വാർത്ത ഈ ദേശീയ മാധ്യമങ്ങളിൽ ഏതിലെങ്കിലും വന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? ഇതിന് കേട്ടപ്പോൾ അതിശയമാണ് തോന്നിയത്. കാര്യം ദേശീയ ഇപ്പോൾ റിപ്പബ്ലിക് TV BJP അനുകൂല, അതായത് പ്രത്യക്ഷത്തിൽ BJP അനുകൂല ചാനൽ, അതിൽ വന്നിട്ടില്ല. ഇപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ ജനം TVയിൽ വന്നിട്ടില്ല, ജന്മഭൂമിയിൽ വന്നിട്ടില്ലെന്നാണ് എൻ്റെ അറിവ്. അപ്പം അത്രയ്ക്ക് വിശ്വസനീയമായ ഒരു വാർത്തയായതുകൊണ്ടാണല്ലോ ഇവരൊന്നും പ്രസിദ്ധീകരിക്കാതിരുന്നത്, അല്ലേ? പക്ഷെ അത് മറ്റു പലരും എടുത്ത് വെച്ച് അലക്കുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അതിന് ഉണ്ട് എന്ന് പറയാൻ വലിയ പ്രയാസമൊന്നുമില്ല സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ ഇത് സംഭവം ഇങ്ങനെയാണ്. ഈ സംഭവം നടക്കുന്നത് കഴിഞ്ഞ 31-ാം തീയതി, ഓഗസ്റ്റ് 31-ാം തീയതി ധാക്കയിലെ വെസ്റ്റ് ഇൻ, അതൊരു 5 നക്ഷത്ര ഹോട്ടലാണ്. ആ ഹോട്ടലിൽ ഒരു അമേരിക്കൻ മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥൻ, അതായത് കമാൻഡ് ഇൻസ്പെക്ടർ ജനറൽ ടെറൻസ് ആർവെല്ലെ ജാക്സൺ, 50 വയസ്സുണ്ട്. ഇയാൾ ആ ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ കാണപ്പെടുന്നു. മൃതദേഹം പൂർണ്ണ നഗ്നമായ അവസ്ഥയിലാണ്. ഇയാൾ 29-ാം തീയതിയാണ് ആ ഹോട്ടലിൽ മുറിയെടുക്കുന്നത്. 31-ാം തീയതി, അതായത് മുറിയെടുത്തതിന് ശേഷം നമുക്ക് റൂം സർവീസിന് വേണ്ടി ബന്ധപ്പെടുമല്ലോ, ഭക്ഷണം വേണം അല്ലെങ്കിൽ റൂം ക്ലീൻ ചെയ്യണം, അത്തരം റെസ്പോൺസുകളൊന്നും ഇല്ല. അപ്പോൾ ഇവർ ചെന്ന് നോക്കുമ്പോൾ മുറി അകത്തുനിന്ന് അടച്ചേക്കുകയാണ്. അപ്പോൾ ഇവർ മറ്റേ ഡ്യൂപ്ലിക്കേറ്റ് താക്കോൽ ഉപയോഗിച്ച് റൂം സർവീസുകാരത് തുറന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ പോലീസിനെയും, ഇയാൾ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥനായതുകൊണ്ട് അമേരിക്കൻ എംബസിയെ അറിയിച്ചിരുന്നു. അപ്പോൾ അമേരിക്കൻ എംബസി അധികൃതർ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ആ മുറിയുടെ അകത്തോട്ട് കയറരുത്. അവരത് ആ മുറി അവരായിട്ടൊന്ന് സീൽ ചെയ്തിട്ട് ഈ ലോക്കൽ പോലീസിനെ കൊണ്ട് ഈ മൃതദേഹ പരിശോധന നടത്താതെ ഈ അമേരിക്കൻ എംബസി ആ മൃതദേഹം എടുത്തുകൊണ്ട് പോയി. ദുരൂഹതയുണ്ടേ? ഒരു കഥ മെനയാൻ അത്യാവശ്യം സംഗതിയുണ്ട്. ഇനി കുറച്ച് അനുബന്ധമായ സംഗതികളൂടി പറയാം. ഈ ബംഗ്ലാദേശിൽ അമേരിക്കയുടെ ഒരു സൈനിക വിമാനം വന്നിറങ്ങിയിരുന്നു ഇതിനോട് തൊട്ടടുത്ത സമയം. അപ്പോൾ അതിൻ്റെ സൈനിക ഉദ്യോഗസ്ഥർ, അതായത് ഡയറക്ടർ ഓഫ് ലോജിസ്റ്റിക്സ് ടാറാലിൻ അലക്സാൻഡ്രിയ സ്ട്രൈഡർ, അതൊരു വനിതയാണ്. അവർ ഈ ലോജിസ്റ്റിക്സ്, അതായത് സൈനികരുടെ ഈ ഇതുണ്ടല്ലോ, യുദ്ധസാമഗ്രികൾ, ഭക്ഷണം, അതാണ് വലിയൊരു ചരക്ക്, അത്തരം കൊണ്ടുവരുന്ന ചരക്ക് വിമാനം, അതിൻ്റെ ഡയറക്ടറാണ് നേരിട്ട് വരുന്നത്. ആ വിമാനത്തിൽ എന്തൊക്കെയാണ് ഒന്നും നമുക്കറിയില്ല. അവരും വന്ന് യാദൃശ്ചികവശാൽ താമസിക്കുന്നത് ധാക്കയിലെ ഇതേ ഹോട്ടലിലാണ്. അപ്പോൾ നമ്മുടെ ദുരൂഹത ഏറുകയാണ്. മറ്റൊന്നുകൂടിയുണ്ട്. ഈ ഇന്ത്യ വിരുദ്ധ നിലപാടുകളുള്ള ഒരു മുൻ US അംബാസിഡർ, അങ്ങേരുടെ പേര് പീറ്റർ ഹാസ്, അദ്ദേഹവും ഈ പറയുന്ന സൈനിക ഉദ്യോഗസ്ഥൻ മരിക്കുന്നതിന് കുറച്ച് ദിവസങ്ങൾ മുമ്പ് ഈ ബംഗ്ലാദേശിൽ ഏതാണ്ട് 6 തവണ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇയാളിപ്പോൾ ഔദ്യോഗിക ജീവിതത്തിലില്ല. ഇയാൾ അവിടെ ഒരു സ്വകാര്യ കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, ഒരു LNG പ്രകൃതിവാതക കമ്പനിക്ക് വേണ്ടി പ്രവർത്തിക്കുക, അവരുടെ സ്ട്രാറ്റജിക് അഡ്വൈസറാണ്. അപ്പോൾ അയാൾ ഈ ബംഗ്ലാദേശിൽ 6 തവണയോളം വന്നിട്ട് ഈ ബംഗ്ലാദേശിൽ അവിടെ ഭരണ അട്ടിമറി നടത്തിയൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, നാഷണൽ കോർഡിനേഷൻ പ്ലാറ്റ്ഫോം, അവരുമായിട്ട് ഓഗസ്റ്റ് 5-ാം തീയതി കൂടിക്കാഴ്ച നടത്തിയതായിട്ടും രേഖകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഇടപെടൽ നമുക്ക് സംശയിക്കാം. കാര്യം ഈ ഡീപ്പ് സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലായില്ല. അതായത്
വ്യവസായ പ്രമുഖരുടെ കൂട്ടം, മറ്റ് രാജ്യങ്ങളിൽ അവർക്ക് താല്പര്യത്തിനനുസരിച്ച് ഭരണ അട്ടിമറി നടത്താൻ മാത്രം ശക്തിയുള്ള ധനാഢ്യന്മാരുടെ കൂട്ടായ്മയാണ്. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റ് ആണ് ബംഗ്ലാദേശിൽ ഭരണ അട്ടിമറി നടത്തിയെന്നൊരു പ്രചാരണമുണ്ട്. അതിൻ്റെ വാസ്തവം എന്തും ആയിക്കോട്ടെ. അപ്പോൾ ഈ ഡീപ് സ്റ്റേറ്റിൻ്റെ പദ്ധതിയുടെ ഫലമായിട്ട് ഇവരെല്ലാവരും ഈ സമയത്തോടനുബന്ധിച്ച് അവിടെ ഒത്തുകൂടിയതാണ്. അവരെ ഒത്തുകൂടിയവരുടെ ഉദ്ദേശം ഇന്ത്യയിൽ ഒരു ഭരണ അട്ടിമറി നടത്തുക, അല്ലെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അങ്ങ് ഇല്ലാതാക്കുക. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇവരെല്ലാവരും വന്നത്. അതിലൊരാൾ അവിടെ ദുരൂഹ സാഹചര്യത്തിൽ മരിക്കുന്നു, അല്ലെങ്കിൽ അയാളെ കൊന്നുകളഞ്ഞു. ഇതാണ് പ്രചരിക്കുന്ന വാർത്ത. അപ്പോൾ ഇയാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ ഇന്ത്യൻ ഇൻ്റലിജൻസ് ഏജൻസി ആകാം, അല്ലെങ്കിൽ ഇയാളുടെ വരവ് അതൊരു പ്രശ്നമാണെന്ന് കണ്ട് ബംഗ്ലാദേശിലെ സൈനികർ തന്നെ ആകാം. ഇനി രസകരമായ മറ്റൊരു സംഗതി കൂടിയുണ്ട്. ഇയാളുടെ മരണവും നമ്മുടെ ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിൽ പോയ സമയം ഏതാണ്ട് അടുത്തടുത്താണ്. അപ്പോൾ അവിടെ വെച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അദ്ദേഹത്തിൻ്റെ കാറിൽ നരേന്ദ്രമോദിയോടൊപ്പം ഏതാണ്ട് 10 മിനിറ്റോളം വെയിറ്റ് ചെയ്തു നിന്നു നരേന്ദ്രമോദി എത്താൻ വേണ്ടിയിട്ട്. ഒരു 45 മിനിറ്റോളം ആ കാറിലിരുന്ന് സംസാരിച്ചു. ഒരുമിച്ച് യാത്രയിലല്ലേ, 5 മിനിറ്റ് പോകാനുള്ള ദൂരമേ ഉള്ളൂ, പക്ഷെ അവർ 45 മിനിറ്റോളം ആ കാറിൽ സംസാരിച്ചു. അപ്പോൾ ഈ പ്രചരിക്കുന്ന വാർത്തയിൽ പറയുന്നത് ഈ പുടിൻ ഇവരുടെ അമേരിക്കൻ സൈനികരുടെ രഹസ്യ ഓപ്പറേഷൻസ് മനസ്സിലാക്കി റഷ്യൻ ഇൻ്റലിജൻസ് ഈ കാര്യത്തിൽ ഇടപെട്ടു. ആ വിവരം പ്രധാനമന്ത്രിയെ പുടിൻ നേരിട്ട് ധരിപ്പിച്ചു പോലും. ഇതാണ് വാർത്ത പ്രചരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടി വെച്ചങ്ങ് അടിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഇല്ലാതാക്കാൻ വന്ന മുൻ അമേരിക്കൻ സൈനിക ഉദ്യോഗസ്ഥൻ. അയാൾ 50 വയസ്സുണ്ട്, 2 വർഷം കൂടി കഴിഞ്ഞാൽ റിട്ടയർ ആവും. അപ്പോൾ ഇനിയും കുറച്ച് ദുരൂഹതകൾ കൂടിയുണ്ട്. ഈ ചങ്ങാതി ഈ 29-ാം തീയതിയാണ് ബംഗ്ലാദേശിൽ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതെങ്കിലും അതിനും മുമ്പേ ഇയാൾ അവിടെ ഉണ്ട്. അത് ബിസിനസ് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അത് ഈ എംബസി പറയുന്നില്ല. എംബസി ഇയാൾ എന്തിനാണ് വന്നതെന്നുള്ളതൊന്നും അമേരിക്കൻ എംബസി പറയുന്നില്ല. കാരണം അയാളൊരു സൈനിക ഉദ്യോഗസ്ഥനാണ്, അയാളുടെ വരവിന് രഹസ്യ ഉദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ്, ഒരു സൈനിക ഉദ്യോഗസ്ഥന് ബിസിനസ് ചെയ്യാൻ പറ്റുമോ? അയാൾ അങ്ങനെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വന്നു? ഇത്തരം ചോദ്യങ്ങൾ വെച്ചുകൊണ്ടാണ് അവർ ഈ വാർത്തയെ സാധൂകരിക്കുന്നത്. പക്ഷേ പിന്നീട് ഒരു വശമുണ്ടമായ എതിർവശം കൂടി ഉണ്ടല്ലോ. ഇതിൻ്റെ വസ്തുതയിലേക്ക് വരാം. ഈ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് ഇയാൾ മരിക്കുന്നത്. അപ്പോൾ ഒരു ദുരൂഹ മരണം. ഇന്നത്തെ കാലത്തൊരു പെട്ടിക്കടയിൽ പോലും CCTV ഉണ്ട്. ഇപ്പോൾ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൽ ഉറപ്പായിട്ട് CCTV ഉണ്ടാവുമല്ലോ. ഈ സംഭവത്തിൻ്റെ CCTV വിഷ്വൽസ് ആളുകൾ പരിശോധിച്ചോ, അന്വേഷണ സംഘം പരിശോധിച്ചോ ഇല്ലയോ, അതിനെക്കുറിച്ചുള്ള സാധനമൊക്കെ നേരത്തെ പറഞ്ഞ വാർത്ത പുറത്തുവിട്ടവർ ബോധപൂർവ്വം അങ്ങ് വിഴുങ്ങി. സ്വാഭാവികമായിട്ടൊരു പഞ്ചനക്ഷത്ര ഹോട്ടൽ അയാളുടെ മുറിയിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടാകും, അയാളുടെ മുറിയുടെ അകത്ത് നടന്നില്ലെങ്കിൽ ആ കോറിഡോറിൽ എന്ത് നടന്നിട്ടുണ്ടാവും എന്നുള്ളത് വ്യക്തമാണ്. അസാധാരണമായി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വ്യക്തമാവും. അപ്പൊ ബംഗ്ലാദേശ് പോലീസ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തി. അവര് ഈ ദേഹപരിശോധന നടത്തിയിട്ടില്ല എന്ന് വാസ്തവമാണ്. പക്ഷെ അവര് കണ്ടെത്തിയിരിക്കുന്ന നിഗമനം ഇതൊരു സ്വാഭാവിക മരണമാണ്. അയാൾ ഹൃദയസ്തംഭനം മൂലം മരിച്ചതാണെന്നാണ് കിട്ടുന്ന വിവരം. അതിന്റെ പോസ്റ്റ്മോർട്ടം ഇവിടെ നടന്നതല്ലാത്തത് കൊണ്ട് അവരുടെ ഒരു നിഗമനമാണ് പറയുന്നത് ഹൃദയസ്തംഭനമാകാം എന്നുള്ളത്. പിന്നെ ഇയാൾ ബിസിനസ് ആവശ്യത്തിന് ഇവിടെ വന്നോ എന്നുള്ളതാണ് ചോദ്യം. അമേരിക്കൻ സൈനികർക്ക് സ്വകാര്യ ബിസിനസ് നടത്താനായിട്ട് അനുമതിയുണ്ട്. പക്ഷേ അക്കാര്യം ഡിസ്ക്ലോസ്ഡ് ആയിരിക്കണം. അതവർ ഒളിച്ചും പാതിങ്ങും ചെയ്യാൻ പാടില്ല. അത് മാത്രമല്ല അവരുടെ തൊഴിലിന് വിരുദ്ധമായ സ്വഭാവമുള്ളതാകാൻ പാടില്ല. പിന്നെ ചില ബിസിനസ് സ്ഥാപനങ്ങളുടെ അധികാര ശ്രേണിയുണ്ടല്ലോ, ഇപ്പോൾ ഡയറക്ടർ ബോർഡ്, അത്തരം പരിപാടികൾ ചെയ്യാൻ പാടില്ല. അത് നിയമപരമായി അനുവദനീയമാണ്. അപ്പം നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം. അയാൾ ബിസിനസ് ആവശ്യത്തിന് വന്നെങ്കിൽ അയാൾ അതിന് തന്നെ വന്നതായിരിക്കാം, പോട്ടെ. പിന്നെ ഈ പറയുന്ന ഒരു കാർഗോ വിമാനം വന്നു എന്ന് പറഞ്ഞല്ലോ. അമേരിക്കൻ സൈന്യത്തിൻ്റെ ഒരു രഹസ്യ ദൗത്യവുമായി ബന്ധപ്പെട്ടൊരു കാർഗോ വിമാനം വന്ന് അതിൻ്റെ സൈനിക ഉദ്യോഗസ്ഥരും ഈ ഹോട്ടലിൽ തന്നെയാണ് താമസിച്ചത്. രസം എന്താ വെച്ചാൽ ഈ അമേരിക്കയും അതേപോലെ നമ്മുടെ ബംഗ്ലാദേശുമായിട്ട് ഇത്തരത്തിൽ സൈനിക ഇടപാടുണ്ട്. പസഫിക് ഏഞ്ചൽ എന്നാണ് അതിൻ്റെ പേര്. 2 സൈന്യവും സംയുക്തമായി നടത്തുന്ന സൈനിക പരിശീലന പരിപാടിയാണ്. ദുരന്ത നിവാരണ പ്രവർത്തനം, അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തനം നടത്തുക, അതൊക്കെയാണ് അതിൻ്റെ ഉദ്ദേശം. ഏതാണ്ട് 92 അമേരിക്കൻ സൈനികരും 90 ബംഗ്ലാദേശി സൈനികരും ശ്രീലങ്കയുടെ 2 മെഡിക്കൽ സ്റ്റാഫും സൈന്യത്തിലുള്ള ഇവർ സംയുക്തമായിട്ട് ഒരു മിലിറ്ററി എക്സർസൈസ് അവിടെ നടക്കുന്നുണ്ട്. അതിന് വേണ്ടി മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ ആ വിമാനം ഇവിടെ വന്നത്. പക്ഷേ ആ വിമാനം വന്നതിന് അത് ദുരൂഹതയേറാൻ വേണ്ടി മറ്റൊരു സാധ്യത കൂടിയുണ്ട്. ആ വിമാനം വന്ന സമയത്താണ് നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂർ പരിപാടിയൊക്കെ ഇവിടെ നടക്കുന്നത്. അപ്പോൾ
ഈ ബംഗ്ലാദേശ് നമ്മുടെ സിലിഗുരി ഇടനാഴി ഉണ്ടല്ലോ, നമ്മുടെ ചിക്കൻ നെക്ക്, അതെ അവിടെ വലിയ വെല്ലുവിളിയൊക്കെ ഉയർത്തിയ സമയത്താണ് ഈ സംഭവമൊക്കെ നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടി വായിക്കും വേണമെങ്കിൽ ഒരു ദുരൂഹത ഒരു പൊടിക്ക് കയറ്റിവിടാം. പിന്നെ അതും കഴിഞ്ഞില്ല, ഈ ബംഗ്ലാദേശിലെ നമ്മുടെ മ്യാൻമാറിലേക്ക് ഒരു ഇടനാഴി, അതായത് ബംഗ്ലാദേശിന്റെ അതിർത്തിയോട് ചേർന്ന് അമേരിക്ക ഒരു സൈനിക താവളം ഉണ്ടാക്കാൻ പദ്ധതി ഇടുന്നുണ്ട്. അപ്പൊ അതിനും കൂടി കണക്കാക്കിയാണ് ഈ സൈനിക ഉദ്യോഗസ്ഥർ അവിടെ ബംഗ്ലാദേശിൽ കിടന്ന് വിരകുന്നത്. ഇപ്പൊ ബംഗ്ലാദേശിന്റെ സൈന്യത്തിന് ഇതിലൊന്നും വലിയ താല്പര്യമില്ല. അപ്പോ ഇതും, അതായത് അവിടെ ഒരു സൈനിക താവളം വരുന്നു, അത് ഇന്ത്യക്ക് ഇപ്പൊ ഇന്ത്യയും അമേരിക്കയായിട്ടുള്ള സ്ഥിതി വളരെ മോശമാണല്ലോ. അപ്പോൾ ഇതുകൂടി കണക്കാക്കിക്കൊണ്ട് ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസികൾ ഈ പറയുന്ന സൈനിക ഉദ്യോഗസ്ഥനെ തീർത്തു കളഞ്ഞു എന്നൊക്കെയാണ് കഥ പടച്ചു വിടുന്നത്. പക്ഷേ ലോക്കൽ പോലീസ് അന്വേഷണത്തിൽ ഇല്ല. ഇനി ഉള്ള ഒരു വാദത്തിന് ഇവരെന്തുകൊണ്ട് ദേഹപരിശോധന നടത്തിയില്ല, പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തിയിരുന്നെങ്കിൽ ദുരൂഹത മാറിയനല്ലോ. പക്ഷേ അമേരിക്കൻ പൗരന്മാരെ, അത് വിദേശത്ത് കുടുങ്ങിപ്പോയതാണെങ്കിലും ശരി മരിച്ചതാണെങ്കിലും ശരി, അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത്. ഒരു ഉദാഹരണം പറയാം. നമ്മുടെ ഹമാസ് ഈ ഇസ്രയേലിൽ നിന്ന് കുറെ ബന്ദികളെ പിടിച്ചുകൊണ്ട് പോയിരുന്നു. അപ്പോൾ അതിലൊരു അമേരിക്കൻ പൗരനും ഉണ്ടായിരുന്നു. ഈ അമേരിക്കൻ പൗരനെ കിട്ടുന്നത് വരെ ട്രംപ് ഈ കാര്യത്തിലൊരു സമാധാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞ് കടുത്ത നിലപാടെടുത്ത ആളാണ്. പക്ഷേ ആ അമേരിക്കൻ പൗരൻ സുരക്ഷിതനായി അയാളെ വിട്ടയച്ചു എന്ന് പറഞ്ഞപ്പം ട്രംപ് പറഞ്ഞത് എന്താ, ഇസ്രയേലിനോട് നിങ്ങൾ എത്രയും പെട്ടെന്ന് ആ ജോലി തീർത്തേക്കണം എന്ന് പറഞ്ഞു. ഇതേപോലെ ഒരു അമേരിക്കൻ സൈനികൻ ഒരു വിദേശ രാജ്യത്ത് വിദേശ മണ്ണിൽ ദുരൂഹ സാഹചര്യത്തിലായാലും ശരി, സൈനിക നടപടിക്കിടയിൽ രക്തസാക്ഷി ആയാലും ശരി, അവിടെ പരമാവധി അവർ ലോക്കൽ പോലീസിൻ്റെ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ദേഹപരിശോധന നടത്തി ഇവർ പരമാവധി നിരുത്സാഹപ്പെടുത്തുന്ന ഒരു സംഘമാണ്. അതിനവർക്ക് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള സംവിധാനമുണ്ട്. അതായത് ആംഡ് ഫോഴ്സസ് മെഡിക്കൽ എക്സാമിനേഷൻ സിസ്റ്റം. അതായത് ഈ സൈനികർക്ക് പൊതുവെ ഒരു ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ആ നടപടിക്രമങ്ങൾ ഏകീകൃതമാകാൻ വേണ്ടി അമേരിക്ക ചെയ്യുന്നൊരു പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ബോഡി റിക്കവർ ചെയ്തിട്ട് അവരുടെ നാട്ടിൽ കൊണ്ടുപോയിട്ടാണ് പോസ്റ്റ്മോർട്ടം ചെയ്യുക. അതാണ് അവർ അപ്പോൾ അവിടെ വെച്ച് മരണം നടന്ന സ്ഥലത്ത് വെച്ച് നടക്കില്ല പോസ്റ്റ്മോർട്ടം. അത് അവർ പരമാവധി നിരുത്സാഹപ്പെടുത്തും അമേരിക്ക. എന്ന് വെച്ചാൽ അത് മറ്റുള്ളവർ നിർബന്ധം പിടിച്ചാൽ ചിലപ്പോൾ വഴങ്ങിയെന്ന് ഇരിക്കുന്നതിന് അർത്ഥമുണ്ട്. ശരി. ഇപ്പോൾ ബംഗ്ലാദേശ് പോലെ ഒരു രാഷ്ട്രത്തിന് എത്രമാത്രം അമേരിക്കയുടെ മുമ്പിൽ അക്കാര്യത്തിൽ കടുംപിടുത്തം പിടിക്കാൻ പറ്റും എന്നുള്ളൊരു ചോദ്യമാണ്. ഏതായാലും ഇങ്ങനൊരു സാധ്യത ഉണ്ട്. നമ്മൾ അതിൻ്റെ വസ്തുതയിലേക്ക് പോകുന്നു. പക്ഷേ ഇങ്ങനൊരു സാധ്യതയുണ്ട്. ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഈ നരേന്ദ്രമോദിയെ വധിക്കാനായിട്ട് വന്ന രഹസ്യ ഏജന്റിനെ രാഖ് രാമാനം ഇല്ലാണ്ടാക്കി എന്നുള്ള വാർത്ത പ്രചരിപ്പിക്കുന്നത്. ഇനി ഒന്നുകൂടി പറയാം, ഒരു കോമൺ ലോജിക്ക് വെച്ച് ഇപ്പോൾ പ്രധാനമന്ത്രി വധിക്കാൻ തന്നെ വന്ന ആളാണെന്ന് തന്നെ ഇരിക്കട്ടെ, ഇയാൾ പ്രധാനമന്ത്രി ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് കിലോമീറ്ററുകൾ അകലെ ഒരു ഹോട്ടൽ മുറിയെടുത്ത് എങ്ങനെയാണ് ഈ ദൗത്യം നടപ്പിലാക്കുക? വല്ല ഉച്ചാടനോ ആവാഹനമോ ഒക്കെ ആണെങ്കിൽ ഓക്കെ, അതാണെങ്കിൽ ഓക്കെ, വല്ല കൂടോത്രോ ജപമോ മന്ത്രമോ ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒരു ലോജിക്കുണ്ട്. ഇത് ഒരു കമാൻഡോ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഒരു എന്താ പറയുക, ഈ സ്നൈപ്പർ ഷൂട്ടിംഗ് എന്നൊക്കെ പറയുമല്ലോ, അതൊക്കെയല്ലേ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ ഇതിനു വേണ്ടിയുള്ള ഗൂഢാലോചന എന്തൊക്കെയാണ്? അതായത് അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് എന്ന് പറയുന്ന ഇന്ത്യയുടെ ഇൻ്റലിജൻസ് വൃത്തങ്ങൾക്ക് അത്ര വലിയ, ഇപ്പോൾ പാകിസ്ഥാനെ അപേക്ഷിച്ച് അത്ര വലിയ ആക്സസ് ഇല്ലാത്ത സ്ഥലമൊന്നും അല്ല. അപ്പോൾ അത്തരം വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ത്യൻ ഇൻ്റലിജൻസിന് ആ വിവരം കിട്ടേണ്ടതാണ്. സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ അത് കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തയാകേണ്ടതാണ്. ഇവിടെ അത്യാവശ്യം കൊള്ളാവുന്ന പത്രത്തിലോ ചാനലുകളിലോ ഒന്നും അങ്ങനെ വാർത്തകൾ വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഈ വാർത്തയുടെ ഉദ്ദേശം ഉണ്ടയില്ലാത്ത വെടിയായിപ്പോയി അല്ലേ? ഒന്ന് പൊട്ടി.